പെരിന്തൽമണ്ണ നഗരസഭ ഇൻഡോർ മാർക്കറ്റിലേക്കുള്ള വർഷങ്ങളോളമായി അടച്ചിട്ടിരുന്ന വഴി നഗരസഭാ ചെയർപേഴ്സൺ തുറന്നു നൽകി. മാർക്കറ്റിനുള്ളിലെ വ്യാപാരികൾ കട ഒഴിവാക്കി പോകുന്നത് വള്ളുവനാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടമെന്ന നിലയിലാണ് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ നിന്നുമുള്ള ഇൻഡോർ മാർക്കറ്റിലേക്കുള്ള വഴി തുറന്നു നൽകിയത്. വള്ളുവനാട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. വർഷങ്ങളോളമായി നമ്മുടെ ഈ മാർക്കറ്റ് റോഡ് അടഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ ഒരു ആളുകൾക്ക് ഇവിടുത്തെ സഞ്ചാരത്തിന് വേണ്ടി നമ്മളിപ്പോൾ ഇതിവിടെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. നമ്മൾ വ്യാപാരികൾ നിരന്തരമായി നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഈ റോഡൊന്ന് തുറന്നു തരണം എന്നുള്ളത്. അവർക്ക് ഒന്നുകൂടി എളുപ്പമാവും മാർക്കറ്റിലേക്കുള്ള വഴിയും. മാർക്കറ്റ് വലിയൊരു സ്വപ്നമായിരുന്നു. സ്വപ്നത്തിന് കുഴപ്പമൊന്നുമില്ല. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ കോടികൾ ഇനി ആവശ്യമാണ്. ഇതിന് വന്നിട്ടുള്ള കോടികൾ 17 കോടി രൂപ പല പ്രവാസികളിൽ നിന്നും പിരിച്ചെടുത്തത് ഇതിനു വേണ്ടി ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് ഈ മാർക്കറ്റിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയത്. ഏതായാലും ഇവിടെയുള്ള കച്ചവടക്കാർ മുഴുവൻ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ റോഡിൽ നിന്ന് ടൗൺ ഹാൾ റോഡിലേക്കുള്ള ഒരു പാസേജ് ഉണ്ടായാൽ ഈ മാർക്കറ്റിലേക്ക് ഈ മെയിൻ റോഡിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ ഭാഗത്തുള്ള റോഡിൽ നിന്ന് ജനങ്ങൾക്ക് വരാൻ, കസ്റ്റമേഴ്സിന് വരാനുള്ള ഒരു സൗകര്യം ഉണ്ടായാൽ ഇവിടെയുള്ള കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പോൾ അതിന് ഊരാലുങ്ങൾ ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. കൊല്ലങ്ങളായി ഇത് അടച്ചിട്ടിരിക്കുക. അനിശ്ചിതമായി അടഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യാപാരികൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാകും. ആ പ്രയാസം എന്ത് വില കൊടുത്തും താൽക്കാലികമായി പരിഹരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളിത് എല്ലാ കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ചെയർപേഴ്സണും എല്ലാവരുടെ നേതൃത്വത്തിൽ വന്ന് ഇത് തുറന്നിട്ടുള്ളത്. ഇത് തുറക്കുമ്പോൾ ഒരു പരിധിവരെ ഇവിടെയുള്ള വ്യാപാരികൾക്ക് ഒരു സൗകര്യമാവും. ക്രമേണ ഇതിനുള്ള ഫണ്ട് കണ്ടെത്തി ഈ പദ്ധതി പൂർത്തിയാക്കാനുള്ള പണിപ്പുരയിലാണ് ഇപ്പോൾ നമ്മൾ മുനിസിപ്പൽ കൗൺസിലുള്ളത്. ഇതുകൊണ്ട് കുറച്ചൊരു ആശ്വാസമാകാൻ സാധ്യത ഉണ്ടോ? ആശ്വാസമായി ഇത് ഈ ഭാഗത്തുള്ള വ്യാപാരികളുടെ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അതെങ്കിലും നിങ്ങൾ ചെയ്തു തരൂ. ഇത്ര കാലമായിട്ട് അതും ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ കൗൺസിൽ വ്യാപാരികളുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് വില കൊടുത്തും ഇത് തുറക്കാൻ തീരുമാനിച്ചത്. നല്ലൊരു പരിഹാരം തന്നെ ആയിരിക്കും. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് പോയി നമ്മളെ മുനിസിപ്പൽ ഐറ്റം ഷോപ്പിംഗ് കോംപ്ലക്സിലെ കച്ചവടക്കാരും അതുപോലെ വഴിയോര കച്ചവടത്തിലൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പോൾ കച്ചവടം വളരെയധികം കുറവാണ്. അപ്പോൾ ഈ ഒരു വഴി വന്നാൽ എന്തായാലും ഈ ഭാഗത്തുള്ള 2 സൈഡിലുള്ള കച്ചവടങ്ങൾക്ക് നല്ലൊരു മാറ്റം വരും. പെരിന്തൽമണ്ണ നഗരസഭയുടെ മോഡേൺ ഇൻഡോർ മാർക്കറ്റിലേക്കുള്ള പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ നിന്നുമുള്ള വഴി വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയാണ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത്. മാർക്കറ്റിനുള്ളിലെ വ്യാപാരികൾ കടകൾ ഒഴിവാക്കി പോകുന്നത് വള്ളുവനാട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടം എന്ന നിലയിലാണ് വഴി തുറന്നു നൽകിയത്. നഗരസഭാ കൗൺസിലർമാരും ചെയർപേഴ്സണും എത്തിയാണ് വഴി തുറന്നു നൽകിയത്. ഇതോടെ വ്യാപാരികൾക്ക് ചെറിയൊരു ആശ്വാസം നൽകുമെന്ന് ചെയർപേഴ്സൺ അടക്കമുള്ളവർ പറഞ്ഞു. വഴി തുറന്നതോടെ വ്യാപാരികളും പ്രതീക്ഷയിലാണ്. ഒരു കച്ചവടവും നടക്കാത്തതിനാൽ ഇൻഡോർ മാർക്കറ്റിലെ വ്യാപാരികൾ ദിനംപ്രതി കൊഴിഞ്ഞുപോകുന്ന സ്ഥിതിയിലായിരുന്നു. മാർക്കറ്റിനുള്ളിലെ വ്യാപാരികളുടെ ദുരിതം വള്ളുവനാട് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മുൻവർഷങ്ങളിൽ പ്രവാസികളുടെ അടുക്കൽ നിന്ന് പോലും പണം പിരിച്ചു നടത്തിയ ഇൻഡോർ മാർക്കറ്റ് പുതുക്കി പണിയണമെങ്കിൽ ഇനിയും കോടികൾ വേണം. ഇതും നഗരസഭാ അധികൃതരെ കുഴയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. വെഡിംഗ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റീക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.